ഞാൻ വിളിച്ച് പറഞ്ഞതാ, ഇപ്പം അങ്ങോട്ട് പോകണ്ട, പുലി അവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോഴത്തേക്ക് പിടിച്ചു കഴിഞ്ഞു. അവിടെ ഒരു കാറ്റാടി ഉണ്ട്, ആ കാറ്റാടീൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മൊക്കറിടുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് മൂരിയാണ്. ഞാൻ ഈ പ്രദേശത്തൊക്കെ നോക്കിയപ്പോൾ ഒറ്റ പശുക്കളില്ല. പിന്നെ അവിടെ നിന്ന് മൊക്കറിടുന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ അവിടെ നിന്നാണ് മൊക്കറിടുന്നത്. അപ്പം ഞാൻ ആ പെണ്ണുകൊണ്ട് പറഞ്ഞ് മെല്ലെ വിട്ടു, അവിടെ സാധനം വേറെ ഉണ്ട്. നീ ആളെ പേടിപ്പിക്കല്ലേ, ആളെ പേടിപ്പിക്കല്ലേ, നരിയാണ് ആ മൊക്കറിടുന്നത്, വേഗം കയറിപ്പോയിക്കുന്നത്. സന്ധ്യയായി, സന്ധ്യയായി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം ആ കാറ്റാടി ഉണങ്ങിയെന്ന്, ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കി. നമ്മുടെ ഭാര്യനെ വിളിച്ച് പോയി നോക്കുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ അങ്ങനെ മാന്തി പറിച്ചില്ല. ഒരു 2-3 ചെടിക്ക് മേലെ കയറി അരിഞ്ഞ് ഇങ്ങനെ ചെടീൻ്റെ മുകളിലേക്ക് തന്നെ വെക്കുന്ന സമയത്ത് എന്തോ ഒരു പിടുത്തം വിടും. പിടിച്ചേക്കും ഞാൻ നോക്കിയൊന്നും ഒരു അരോഗത്തി കൊണ്ട് തട്ട് കൊടുത്തപ്പോൾ അങ്ങനെ ചതഞ്ഞ മാതിരി. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ചെടീൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തല കെട്ടി നിൽക്കുന്നു. ഇത് 2-3 ശബ്ദമാണ്. പിന്നെ ഈ ആടുകളൊക്കെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആടുകളൊക്കെ പേടിക്കും. നല്ല സൗണ്ടല്ലേ, അപ്പോൾ ഒക്കെ സ്റ്റക്കാവും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പെരുന്തട്ടയിലെ ഒരു പുലിയുടെ ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടിരുന്നു. അവിടെ പുലി ഇറങ്ങി പശുവിനെയും ആടിനെയും ഒക്കെ കൊല്ലുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ അന്ന് അതിൻ്റെ അകത്ത് കാണിച്ചാണ്. പുലി ലൈവായിട്ട് ഇവിടെ ഒരു പാറയുടെ പുറത്തൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ചെറിയൊരു പോർഷൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. കാണാത്ത ആൾക്കാർക്കായിട്ട്. കണ്ടിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അന്നത്തെ ദിവസം നമ്മൾ ഇവിടെ കണ്ട കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വീണ്ടും ആ പ്രദേശത്ത് തന്നെയാണുള്ളത്. പുലിക്ക് വേണ്ടിയിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൂട് വെച്ചിട്ടുണ്ട്. കൂടിൻ്റെ അകത്ത് ആടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പുലിനെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആളുകൾ ഈ പാറപ്പുറത്തും അല്ലാതെ പുറത്ത് പരിസരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും പുലിയുടെ കാൽപ്പാട് പോലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ജനങ്ങൾ അത്യാവശ്യം ഭീതിയിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഏതായാലും ആ പ്രദേശത്താണുള്ളത്. നമുക്കിനി കുറച്ച് നേരം ആ പാറപ്പുറത്തൊന്ന് നിരീക്ഷിക്കാം. അതിന് ശേഷം ആ പാറപ്പുറത്ത് പുലി വരുമോ അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെയുള്ള പ്രദേശവാസികളോട് നമുക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുലി പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആ പാറയുടെ മുകളിലായിരുന്നു പുലിനെ അന്ന് കണ്ടത്. നമ്മളിവിടെ ഏകദേശം ഈ ഒരു സമയത്താണ് പുലി പലപ്പോഴും ഇവിടെ കാണാറുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മുഹമ്മദ് അലി. ഇവിടെ ഇപ്പോൾ എത്ര നാളായി ഇങ്ങനെ പുലിനെ കാണാൻ തുടങ്ങിയിട്ട്? പുലി ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസമായി. 10 ദിവസമായി. ഈ ഒരു ഒക്ടോബർ നവംബർ ആ സമയത്താണ് വന്നത്. എല്ലാ വർഷവും പുലി എല്ലാ വർഷവും ഉണ്ട്. അല്ലേ? പുലി നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. എസ്റ്റേറ്റ് ഇങ്ങനെ ആകെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പുലി ഇവിടുന്ന് പോകുന്നില്ല. പുലിയുടെ എണ്ണം കൂടി ഇപ്പോൾ. ആദ്യം പുലി 1-2 ആയിട്ട് ഒരു സമയത്ത് വരും, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും. തൊട്ടടുത്ത ചെമ്പ്ര മല കാണുന്നത്, അവിടുന്ന് അങ്ങനെ വന്ന് പിന്നെ പോകും. പിന്നെ ഇപ്പം ഇതെന്താ വെച്ചാൽ ഇതൊരു താവളായി. ഇതുണ്ടോ തൊട്ടടുത്ത് വീടിൻ്റെ ഒരു ചെറിയ ഡിഫറൻസിലാണ് പുലി കിടക്കുന്നതും. ഭയങ്കര ഒരു ഫോറസ്റ്റായി പോവാം. ഫോറസ്റ്റിലെ ഒരു എനിക്ക് പ്രവർത്തിക്കാത്ത അത് എസ്റ്റേറ്റിലെ എന്തൊക്കെ ഇവരെ ഈ ശമ്പളം കൊടുക്കാത്ത പ്രശ്നം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് എസ്റ്റേറ്റിലെ ആളുകൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഭാഗം വെട്ടി വൃത്തിയാക്കിയിട്ട് അവരെന്നെ ചെയ്യുന്നുണ്ട്. ആ ഭാഗം അവരെ വീടിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. തേയില പറിച്ച് പുറത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂണിയനായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് കഥ. ഇങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ പിടിച്ചല്ലേ? വളർത്തു മൃഗം ഇപ്പോൾ നല്ല പശുക്കളെ നോക്കിയിട്ട് ഇപ്പോൾ നല്ലൊരു പിടുത്തപ്പോൾ ഇതിൻ്റെ അടുക്ക്
ഞാൻ കണ്ടായിരുന്നു. പിടിച്ചു. അത് അല്ലാതെ ഒരാടിന് അപ്പുറത്തൊരു വേലായുധൻ എന്ന് പറഞ്ഞ ആടിനെ പിടിച്ചിട്ടുണ്ട്. അല്ലാതെ മൃഗങ്ങൾ ശരിക്ക് പുറത്തുനിന്നുള്ള മൃഗങ്ങളൊക്കെ അല്ല വളർത്തു മൃഗങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. ഇങ്ങോട്ട് കടത്തി വിട്ട തൊട്ടടുത്ത് അതൊക്കെ അതിനൊന്നും തിരിച്ച് കാണൂല, ഇങ്ങനെ ഭക്ഷിച്ച് പോവാണ് വിടുന്നത്. അതൊന്നും തിരിച്ച് അങ്ങോട്ട് പോകാത്തൊരു ഇപ്പോൾ ഈ അടുത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പുള്ളീൻ്റെ പശുവിന് ആ സംഭവം അയാൾ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് അത് കണ്ടു, അല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഭയങ്കര ശല്യമാണ്. നമുക്കെന്താ സ്ഥിതി വെച്ചാൽ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനൊരു ഇത് കാണിക്കുന്നില്ല, ഒരു ചൂട് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടേണ്ട കേസുള്ളൂ. അത്രയും സിമ്പിൾ കേസാണത്. എനിക്ക് തോന്നുന്നത് ഇവിടെ പിടിച്ചിട്ട് തൊട്ടടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ വിടുന്നുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ആളുകൾ പേടിച്ചാലോ ജീവിക്കുന്നു. പിന്നെ ഭയങ്കര ഇതല്ലേ. 7 മണി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കർണാടകയിലൊക്കെ പോയി വന്ന പോലെ പുറത്തിറങ്ങില്ല. എൻ്റെ വീട്ടിൽ തന്നെ പിള്ളേരൊക്കെ ഹോട്ടലിലൊക്കെ ജോലിക്ക് പോകണം. ജോബൊക്കെ കഴിഞ്ഞ് നേരെ അവർ രാത്രി 10 മണി 11 മണിക്കൊക്കെ വരാം. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിക്കുക. അപ്പോൾ 7 മണിയാകുമ്പോഴത്തെ വീട്ടിലെത്തിക്കോളാം. നമ്മളെ ഏരിയയിലൊക്കെ ഇപ്പം നിരന്തരം ഇന്നലെ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് അങ്ങോട്ട്. ഇവിടെ നമ്മൾ എൻ്റെ പേര് റഷീദാണ്. പിന്നെ എൻ്റെ സുഹൃത്താണ് മുഹമ്മദ് അലി. മുഹമ്മദ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാര്യയും അവൻ്റെ ഭാര്യയൊക്കെ ഇവിടെ കൽപ്പറ്റ മിൽമേൽ ജോലിക്ക് കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് 12-12:30 മണിയൊക്കെ ആവും. ആ സമയത്ത് ആ ഭാഗത്തും ഇന്നിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് പിന്നെ പുലിൻ്റെ കാൽപ്പാട് കണ്ടെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ വീട് കോഫി ബോർഡിൻ്റെ നേഴ്സിൻ്റെ താഴെ ഭാഗത്താണ്, മിൽമയൊക്കെ പോകുന്ന വഴിയിലാണ്. അദ്ദേഹം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമസ്കാരത്തിന് വരെ പള്ളിയിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ആ കാൽപ്പാട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ ഇന്നലെ ഒരു മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടല്ലേ? ആ മലമ്പാമ്പിനെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് പിടിച്ചത്, സിദ്ദീഖ് എന്നാണ് അതിൻ്റെ പേര്. ഫോറസ്റ്റിൽ അങ്ങനെ ഈ പാമ്പിനെ പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സജീവമായിട്ട് പുള്ളിയാണ് എല്ലാ കാര്യത്തിനും ഉണ്ടാവുക. അത്യാവശ്യം പാമ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സിദ്ദീഖ്. ഫോറസ്റ്റ് ബന്ധപ്പെട്ടിട്ട് ചെറിയ വാച്ചർപ്പ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. നമ്മൾ ഏതായാലും പുലിനെ കാണുമെന്ന് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ നോക്കാം, കുറച്ച് നേരം കൂടെ ചിലപ്പോൾ കാണുമായിരിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ഒരു മലമ്പാമ്പിനെ പിടിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ പുലിയും മലമ്പാമ്പും ഒക്കെ ആയിട്ട് ഈ പ്രദേശത്ത് മൊത്തം പ്രശ്നമാണ്. ഇതിപ്പോൾ ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് വലിയൊരു ഏരിയയാണ്. ഈ ഏരിയ ഇതേപോലെ പ്രവർത്തിക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ വന്യജീവികൾ ഇവിടെ വളരെ സജീവമായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് പുലി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാണാനായിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് നേരത്തെ ഈ ഒരു മലയുടെ മുകളിലായിട്ട് ആ ഒരു പാറപ്പുറത്താണ് സാധാരണഗതിയിൽ പുലി വരാറ്.
അതുപോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ കുറച്ച് താഴെയായിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ആടുകളെ തീറ്റി ജീവിക്കുന്ന വേലായുധൻ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ തേയിലത്തോട്ടമായിരുന്നു. പക്ഷേ നമുക്ക് ദൂരേക്ക് നോക്കിയാൽ മനസ്സിലാവും മൊത്തം കാട് പിടിച്ച് വേറെ ഒരു തരത്തിലായി ഈ സ്ഥലമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നിന്നാലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ പേടിച്ചാണ് ഞാനിപ്പോൾ ഇതിലെ പോകുന്നത്. ഏതായാലും വേലായുധൻ ചേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഏതായാലും വേലായുധൻ ചേട്ടൻ്റെ ആടുകളെയൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പുള്ളിയുടെ ഒത്തിരി ആടുകളൊക്കെ ഇവിടുന്ന് മിസ്സായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതേപോലെ ആടുകളെ ഈ തോട്ടത്തിലൊക്കെ പുള്ളി തീറ്റിക്കുന്നതാണ്. 50 ആടുകളുണ്ടായിരുന്നൊരു ചേട്ടനാണ്. ഇപ്പോൾ നമുക്കൊരു നേരിട്ട് പറയും കാര്യങ്ങൾ. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം പുള്ളി ആടുകളെ മാത്രം മേച്ച് ജീവിക്കുന്നൊരു ചേട്ടനാട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൂടെയൊക്കെ ഇഷ്ടംപോലെ ആടുകളാണ് കേട്ടോ. ചേട്ടൻ്റെ ആടിനെ വളർത്തുന്ന ആല. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വേലായുധൻ. ചേട്ടൻ അപ്പോൾ ആടുകളെ തീറ്റി മാത്രം ജീവിക്കുന്ന ആളല്ലേ? ആടുകളെ തീറ്റിയുണ്ട്. എത്ര ആടുകളുണ്ടായിരുന്നു? ഇപ്പോൾ 36 ഉണ്ട്. 8 ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 കൊടുത്തു പോയതാ. 2 ഒരു വിഷപ്പുലി എന്നിട്ട് ചത്തുപോയി. അല്ലേ? മൊത്തം 50 ഇല്ല, 36 ഉണ്ട് ഇപ്പോൾ. മൊത്തമാണല്ലേ? എത്ര ആടുകളെ വളർത്തുന്നുണ്ടായിരുന്നു ആദ്യം? ആദ്യം ഒരെണ്ണത്തിന് വാങ്ങിച്ചാ 2007 ഒരെണ്ണത്തിന് വാങ്ങിച്ചാ. ആണല്ലേ? പിന്നെ ഒരു 67 എണ്ണത്തിന് ഒന്നിച്ച് കൊടുത്തു. ആണല്ലേ? നോക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ആണല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം കൊണ്ട് കൊടുത്തു പോയതാ. ഇപ്പം എങ്ങനെ ഇവിടെ ഈ എസ്റ്റേറ്റ് ഇങ്ങനെ പൂട്ടി കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പുലിയുണ്ട്, മലമ്പാമ്പുണ്ട്, ചോലനായ്ക്കളുണ്ട്. ഓഹോ, ചോലനായ്ക്കുണ്ടല്ലേ? ഫെബ്രുവരിയിൽ ഞാനത് ആ മരക്കൂട്ടം കണ്ടോ. ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ് 2ാമത്തെ ബൈപ്പാസ് കഴിഞ്ഞിട്ട് മിംസ് കിടക്കുമ്പോൾ അവിടെ നിന്നാണ് പിടിച്ചത് 7 മണിക്ക്. ഏത് ചോലനായ്ക്കളാ? അല്ലല്ല, പുലി. 2 പിടിച്ചു. 2 പെണ്ണാടി ചെനകളിൽ. ഒന്നിനെ രാവിലെ 7 മണിക്കോ? വൈകിട്ട്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രാത്രി ഇതിനെ കൂട്ടി കയറ്റൂല? കൂട്ടി കയറ്റാൻ ഇവിടെ തന്നെ തിന്നിരുന്നത്. ഈ ലൈറ്റ് ഉണ്ട് അവിടെ, ആ ലൈറ്റിൽ അങ്ങനെ തിന്നിരുന്നാണ്. ഞാൻ വിളിച്ച് പറഞ്ഞതാ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട, പുലി അവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പത്തേക്ക് പിടിച്ചു കഴിഞ്ഞു. വിളിച്ച് പറഞ്ഞതാ. ആടുകളൊക്കെ ഇപ്പൊ ഇവിടെ പറമ്പുണ്ടോ? അതാ ഇവിടെ ഉണ്ട് കുറച്ച്. നമുക്കൊന്ന് അവിടെ വരെ പോവാം ജസ്റ്റ്. ഇതിന്റെ മുമ്പേ കുറേ 10-60 ആടുകളെ തെളിച്ചു കൊണ്ടുവന്ന സമയത്ത് ഒക്കെ വരിക്ക് ഇറങ്ങി വരിക. അപ്പൊ അവിടെ നിന്ന് ഇടയിൽ കൂടെ വന്നിട്ടാണ് ഈ ചോലനായി ഒന്ന് പിടിച്ചിട്ട് പോയത് വൈകിട്ട്. ചോലനായി പിടിച്ചിട്ട് ഇപ്പൊ എത്ര ആളായി? അത് ചുപ്പ ചോലനായിക്കല്ലേ. എൻ്റെ 2 കുട്ടനാടിനെയും 2 പെണ്ണാടിനും ചെന പ്രസവിക്കാനായത്. ഒന്ന് 4 മാസം ചെനയാ. പുലി എത്ര എണ്ണത്തിന് പിടിച്ചു? 3 എണ്ണത്തിന്. 3 എണ്ണത്തിനാ? കുറെ മുമ്പ് അവിടെ ഇട്ടിട്ട് പിടിച്ചു, സ്കൂളിന്റെ താഴെ. എത്ര ആള് മുന്നേ പിടിച്ചേ? ഇത് ഫെബ്രുവരി മാസം, നമ്മുടെ ഈ വർഷം തന്നെ. അതില് 1ന്റെ നഷ്ടപരിഹാരം കിട്ടിയുള്ളൂ. ഈ അടുത്ത് എന്തെങ്കിലും പിടിച്ചായിരുന്നോ? അടുത്തത് തന്നെ പിടിച്ചത് ഈ പുലി. ആ കാറ്റാടീനെ അവിടെ ഇട്ടാ പിടിച്ചത്. ഞാൻ അവിടുന്ന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നവിടെ കിടക്കുന്നത്. ഒന്നിനെ മുകളിൽ കൊണ്ടുപോയി തിന്നുന്നുണ്ട്. പുള്ളിപ്പുലിയാണ് അത്. പുലിയെ നേരിട്ട് കണ്ടോ? ഞാനിതിന് മുന്നേ കണ്ടതാണ് അവിടെ പുലിയെ. എനിക്ക് മുകളിലേക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കാണാം. അവിടെ ഒരു സ്കൂളിന്റെ നേരെ താഴെ ഒരു പാറയുണ്ട്, അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കുളത്തിന്റെ അവിടെ ഒരു കുളമില്ലേ, അവിടെ ഒരു പാറയുണ്ട്, അവിടെ കിടക്കുന്ന എനിക്ക് കാണാം. അവിടെ നോക്കിയാൽ അങ്ങനെ മൂലയിൽ പോയിട്ട് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതാ, പുലിയുണ്ട്, ആടുകളെ വിടുമ്പോൾ ഈ ഭാഗത്തേക്ക് വിടരുതെന്ന് പറഞ്ഞതാ. ഇവർ വിട്ട് അവർ നോക്കിയില്ല, ആടുകൾ ഇങ്ങോട്ട് പോയി. വൈകുന്നേരം 2 ഇവിടെ കുടുങ്ങി. ഇവിടെ കുടുങ്ങി. എല്ലാം ബാക്കിയൊക്കെ വന്നു. ഈ 2 അവിടെ കുടുങ്ങി. അപ്പോൾ ഷൈറ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ചളിയാണ്. ആ ചളിയിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് അവിടെ അങ്ങനെ തിന്നു. പകല് മൊത്തം ഈ ആടിനെ നോക്കി തന്നെ നടക്കും അല്ലേ? രാവിലെ പോവും, ഒരു 8-9 മണി ചായ കുടിച്ച് കടയിൽ പോയി ചായ കുടിച്ചിട്ട് ഒരു കിട്ട് വള്ളി കൊണ്ടുവരും. ഇപ്പം മരത്തുമ്മ കയറാൻ വയ്യ, കൈയൊക്കെ കാലൊക്കെ പൂച്ചി പോവാ. അതിന് മുന്നേക്കെ കഴുത്തൊക്കെ ഇങ്ങനെ വെറുങ്ങലിച്ച് പോയിരുന്നു. ചപ്പൊക്കെ ഒറ്റയ്ക്ക് കയറ്റുമ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ വെറുങ്ങലിച്ച് പോകും. ഈ ഷോൾഡർ തന്നെ ഭയങ്കര വേദന. നമ്മുടെ ആ വാക്സിൻ എടുത്തല്ലേ, ആ 2ാമത്തെ എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര പ്രശ്നം. ബ്ലഡ് കട്ടയാകുക, ബ്ലോക്കായി. ഞാനവിടെ തളർന്ന് വീണതാ ജനുവരിയിൽ. ഒരു 5 കുട്ടന്മാരുണ്ടായിരുന്നു, വലിയ വലിയ കുട്ടന്മാർ. അതിനെ വിറ്റ് അവർ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണു. ഒരു നെഞ്ഞിൻ്റെ അകത്ത് കൂടെ ഒരു കത്തൽ, തീ കത്തിയ മാതിരി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മുട്ടുകുത്തി അവിടെ ചെടിക്ക് പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് വന്നിട്ട് മാനോട് പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാൻ. സംശയം തുടങ്ങിയിട്ട് 1-1.5 വർഷമായി. പിന്നെ വൈത്തിരി പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ കൺഫേമായി. നേരെ അവിടുന്ന് ആംബുലൻസിൽ വിട്ടിട്ട് മിംസ് കൊണ്ടുപോയി നേരെ കയറ്റി ഫസ്റ്റത്തേത്. ഇപ്പോൾ ഈ പുലി ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് പേടിയുണ്ടോ?
ഇല്ല നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒക്കെ പുലി പാടികളിലെ കൂടെ ഒക്കെ വരുന്നു. ആദ്യം കടുവ, വരയൻപുലി, വരയൻ, നരി. ഇപ്പൊ പുള്ളിപ്പുലിയല്ലേ, പുള്ളിപ്പുലിയാണ്. ആദ്യമൊക്കെ 4-5 വരും. നമ്മുടെ ഇപ്പോൾ ഈ എസ്റ്റേറ്റിലൊക്കെ ഞാൻ ഈ ചെറുപ്പത്തൊട്ടേ കാലികളെ മേടിച്ച ശീലമാണ്. ഇപ്പൊ ഈ എസ്റ്റേറ്റ് പണിയുള്ളവരെ വീട്ടിലൊക്കെ ഞാൻ നിൽക്കുക. ഒരു തല നമ്മൾ ആ പാടീൻ്റെ അവിടെ നിന്ന് അഴിച്ചുവിട്ട് ഒരു തല ഇവിടെ എത്തും, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പുലി പിടിക്കും. അപ്പോൾ പുലി നരി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പശുക്കളൊക്കെ നരിനെ കുത്തും. കൂട്ടത്തോടെ വരുമ്പോൾ പിടിച്ച് പതിയിരുന്നിട്ടാൻ പറയും. വലിയ നരിയാ, അത് 8-9 അടി നീളമുണ്ട് ഈ സാധനം. വാല് വരെ അങ്ങനത്തെ നല്ല പോക്കള വരും. കണ്ടാൽ തന്നെ പേടി. ഞാൻ എത്രയോ തവണ ഇതിന് മുന്നിൽ പെട്ടിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ നിന്നൊക്കെ തന്നെ ഓടിയിട്ടുണ്ട്. ഇപ്പോഴുള്ള പിള്ളേരോടൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്കൊരു തമാശയാണ്. നമ്മളെ തമാശയാക്കല. ഇതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു ദിവസം പുലി വന്നിട്ട് ഞാൻ പന്നിയാന്ന് വിചാരിച്ച് കല്ലെടുത്തെറിഞ്ഞത്. ഈറം കൊണ്ടപ്പോഴേ ഒറ്റ ചീറ്റിലത് ആ സാധനം അങ്ങോട്ട് പോയി. പീറ്റേഴ്സ് അതേ സമയത്ത് തന്നെ വന്ന് നമ്മളവിടെ വന്നിട്ട് അതിനെ പിടിക്കാൻ നോക്കി. ഞാൻ വന്നിട്ട് കുപ്പിപ്പന്തണ്ടാക്കി വെച്ചിട്ട് അത് ഒരു സാധനം ഇരിക്കുന്നത് കണ്ടപ്പോൾ നേരെ അതിന് പുറത്തു കൂടെ വന്നപ്പോഴത്തേക്ക് പുറകുവശത്തു കൂടെ കണ്ട് ഇവരെ പട്ടീനെ പിടിച്ചു. പട്ടീനെ പിടിച്ചല്ലോ? ഈ ഗിരീഷിൻ്റെ കഴിഞ്ഞ കൗൺസിലറായിരുന്നു കഴിഞ്ഞ മാസത്തെ. അവരൊരു പട്ടീനെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് കൈരളി ചാനലുകാരൊക്കെ വന്നിരുന്നു ആ പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട്. ഇവിടെ കിടക്കല് ഈ തെരുവേനുള്ളിലായിരുന്നു കിടക്കല്. അവിടെ തെരുവക്കാടാ. അവിടെ നിന്ന് ഇങ്ങനെ മുക്കറിടുന്നതാണ് ഈ സമയത്തൊക്കെ. ഇത് ശരിക്കും എസ്റ്റേറ്റിന്റെ സ്ഥലമല്ലേ? എസ്റ്റേറ്റിന്റെ സ്ഥലമാണ്. ലൈറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇതുണ്ട്, ഈ ലൈറ്റ് കത്തിങ്ങോണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ടാണ് പിടിച്ചത്. ഈ ചെറിയൊരു നിഴല് കിട്ടിയാൽ മതി, രാത്രി ഇരുട് പോലെ പിടിക്കൂല. ഈ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം തന്നെ ഇത് ആടുകൾ ഈ കൂട്ടം തെറ്റിയൊക്കെ പോകുമ്പോഴേ അവിടെ നിന്ന് ഒറ്റപ്പെട്ടിട്ടൊക്കെ കരയും. അപ്പോൾ ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഒച്ച കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞും കൊണ്ട് ഓടി വരും. പിന്നെ ഈ ഒച്ച കേട്ടിട്ട് മൃഗങ്ങളൊന്നും വരാതിരിക്കൂലേ? ഇതിൻ്റെ മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ വരില്ല. ആന വരെ ഓടും ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ ഒരു കാട്ടാന വന്നിട്ട് അതേമാതിരി ഉണ്ടായതാ. അത് ഈ വീട്ടിൻ്റെ അതിലേ ഇറങ്ങിയപ്പോൾ ആരും സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും. ഞാൻ ഈ പീപ്പിളേങ്ങ് വിളിച്ചപ്പോൾ അവിടെ നിന്ന് ചായച്ചെടിയൊക്കെ പൊട്ടുന്ന ഒച്ച കേട്ടു. പിന്നെ അത് നേരെ കുത്തനെ കയറിപ്പോയി. അതിലേ കുത്തനെ കയറിപ്പോയി. അങ്ങനെ നമുക്ക് പിന്നെ എന്താ പറയുക, ഞാൻ പലതവണ പുലിനെ മുന്നിൽ പെട്ടിട്ടുണ്ട്. നമുക്കത് പേടിയില്ല, ചെറുപ്പത്തിലേ കണ്ട് ശീലം. ഒന്ന് ഊതി കാണിച്ചേ. ഇത് 2-3 ശബ്ദമാണ്. പിന്നെ ഈ ആടുകളൊക്കെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആടുകളൊക്കെ പേടിക്കും. നല്ല സൗണ്ടല്ലേ? അപ്പൊ ഒക്കെ സ്റ്റക്കാവും. ചിഹ്നം വിളിക്കുന്നത്, ആന ചിഹ്നം വിളിക്കുന്നത് ഒക്കെ സ്റ്റക്കാവും. 3 ടൈപ്പ് ഉണ്ടല്ലേ? 1 കേൾപ്പിക്ക്. 3 ടൈപ്പ്. ഒരു പ്രാവശ്യം കൂടെ. ഇങ്ങനെ പല പിടി വിദ്യ കൊണ്ടല്ലേ ഇപ്പൊ ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ? കല്യാണി വാ. ഓരോരുത്തരെ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇത് ആദ്യമുള്ള ആട്ടെ, മറ്റേ കുട്ടികൾക്കൊന്നും പേരില്ല. ഇങ്ങോട്ട് വരും ആടുകള്. വേറെ ആളെ കണ്ടിട്ട് ആളെ മാറി നിൽക്കും. കല്യാണി ചിലപ്പോ ഇപ്പൊ വരുവേ. നോക്കും വരുന്നുണ്ട്. തീറ്റയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പേടിക്കണ്ട, പോയിക്കോ. 5 പോടേ പോങ്ങട്ടെ. കടിഞ്ഞ കുട്ടികളെ ഭയങ്കര പേടിയാ പറ്റി. ഇപ്പൊ പുലിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. അതാ ഇതിന്റെ ഒരു തുണയാ ഒന്ന്. ഇപ്പൊ ആ ബാക്കിൽ പോയ ആടിന്റെ തുണയാ ഒന്ന് പിടിച്ചത്. അല്ലേ? 3 കുട്ടികളാ, 3 പെണ്ണാടായിരുന്നു. ഇതിന് ചെനയാ. ഇത് പ്രസവിച്ചതിന്റെ കുട്ടിയുണ്ട്. ആ 2 കുട്ടികൾ ഓരോന്നിനുണ്ട്. 3 പശത്തെ പ്രസവമായതുകൊണ്ട് അവിടെ ഇട്ട് പിടിച്ച് ചെനയുണ്ടായിരുന്നു ഒന്ന് ആദ്യം. കാട് പിടിച്ചു കൊടുക്കുന്നോണ്ടും ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് തന്നെ ബൈക്കിന് തന്നെ. അയ്യോ, മലമ്പാമ്പ് വരുന്നുണ്ട് ഇവിടെ. ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പിടിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ ഒരെണ്ണം പിടിച്ചല്ലോ. ഇന്നലെ ഒന്നും പിടിച്ച്. കഴിഞ്ഞ വർഷം എന്നെ കപ്പിയത് അവിടുന്ന്. ഹൈസ്കൂളിന്റെ നേരെ താഴെ ഒരു നാരങ്ങ ചെടി, അവിടുന്ന് ഞാൻ പുല്ലേരി ചെടീനെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ മഴ പെയ്തപ്പോ
താഴെ വശം ഒരു 3 ചുരുട്ട് വലിയ വലിയ ചുരുട്ട്, ഒരു 5 ചുരുട്ട് വലുതാണെങ്കിൽ ഒരാൾക്ക് ഏറ്റാൻ മാത്രം ഉണ്ട്. അങ്ങനെ 3 ചുരുട്ട് അരിഞ്ഞ് താഴെ വെച്ചിട്ട് മുകളിലേക്ക് കയറുക. മുകളിലേക്ക് കയറി റോഡിന് മേലെ കയറിയിട്ട് അപ്പോൾ മഴ കയറിയപ്പോൾ കോട്ടിട്ടു, ഒരു നീല കോട്ടുണ്ട്. ഒരു 2-3 ചെടിക്ക് മേലെ കയറി അരിഞ്ഞ് ഇങ്ങനെ ചെടീൻ്റെ മുകളിലേക്ക് തന്നെ വെക്കുന്ന സമയത്ത് എന്തോ ഒരു പിടുത്തം വിടും. പിടിച്ചേക്ക് ഞാൻ നോക്കിയൊന്നുമില്ല, അരവകത്തി കൊണ്ട് തട്ടു കൊടുത്തപ്പോൾ അങ്ങനെ ചതഞ്ഞ മതി. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ചെടീൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തല കെട്ടി നിൽക്കുന്നു. 2 ചെടീൻ്റെ മേലെയാണ് ഇത്. എന്നിട്ട് അവിടെ നിന്ന് നീട്ടി പിടിച്ചിരിക്കുക. 10 അടിയോളം നീളമുണ്ട് ഈ സാധനം. കാല കടിക്കുക. ആ ഇവിടെ കപ്പി കൂട്ടിന് 4 തുള വീണു. കോട്ടിലല്ലേ? ആ കൂട്ടിന്. പിന്നെ ഞാൻ ഇതിനെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടി. പക്ഷേ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ബ്രൗൺ കളറാ. ഈ 2 കണ്ണിൻ്റെ വശം ബ്രൗൺ കളർ. ഏകദേശം ഇത്ര വണ്ണമുണ്ട് തല, ഈ വണ്ണമുണ്ട്. ഞാനങ്ങോട്ട് ഓടി ചാടിയിട്ട് ചെടീനെ റോഡിലേക്ക് എടുത്ത് ചാടി മറിഞ്ഞിട്ട് വീണ്ടും കുറച്ചങ്ങോട്ട് ഓടി. പിന്നെ കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ വന്നു. അപ്പോൾ ഈ പുല്ലെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു. ഒച്ച ഇങ്ങനെ കേൾക്കാം. ഇതിലാണല്ലേ? ആ പുല്ല് ഇങ്ങനെ ഒച്ച, ഭയങ്കര പുല്ലാണ് അവിടെ. പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ഒച്ച കേൾക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളിവിടെ 1, 2, 9 വീടുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പുലിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്നാണ്. ഇവിടെ ഇരിച്ചിയും കൂടെ മുന്നോട്ട് അങ്ങനെ മുകളിലൂടെ പോകണം. അവിടുന്ന് താഴെയായിട്ട് നല്ലൊരു ഒരു ഇടുപ്പ് പ്രദേശം അല്ലേ? ആ ഇതിൻ്റെ ഒരു 2 കുന്നിൻ്റെയും 3 കുന്നിൻ്റെയും കൂടി ഒരു കുന്നിൻ്റെയും കൂടെ ഇടയ്ക്ക് താഴ്വാരം പോലെയുള്ള ഒരു സ്ഥലമാണ്. മുകളിലാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഇത്രയും താഴേക്ക് നമ്മൾ ഇതേപോലത്തെ വഴി കൂടെ അല്ലേ, ഇത്രയും വഴിയേ ഉള്ളൂ പോകുന്ന വഴിക്കൊക്കെ. അതിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പേടിച്ച് അവിടെ വരെ എത്തി. ഈ പുലിയുടെ ഒക്കെ മുരളിച്ച് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ കേട്ടായിരുന്നോ? ആ അന്ന് ഞാൻ എൻ്റെ അമ്മേനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു പെണ്ണുങ്ങൾ തിരുമ്പുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പോൾ അന്ന് പുലിയുണ്ട്. നമ്മുടെ അവിടെ വന്ന ഈ നായനെ പിടിച്ചുകൊണ്ടേ പുലി തന്നെ. മുകളിലെത്തിയപ്പോൾ അത് അവിടെ ആ തെരുവക്കാട് കണ്ടോ, അത് കാടാ, ചായത്തോട്ടായിരുന്നു. അത് പിന്നീട് കാട് മൂടി, തീ കത്തിയിട്ടും കാട് മൂടി നോക്കാതൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നു. അവിടെ ഒരു കാറ്റാടി ഉണ്ട്. ആ കാറ്റാടീൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മൊക്കറിടുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് മൂരിയാണ്. ഞാൻ ഈ പ്രദേശത്തൊക്കെ നോക്കിയപ്പോൾ ഒറ്റ പശുക്കളില്ല. അവിടെ നോക്കിയാൽ കാണാം എല്ലാ ഭാഗത്തേക്കും. പിന്നെ അവിടെ നിന്ന് മൊക്കറിടുന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ അവിടെ നിന്നാണ് മൊക്കറിടുന്നത്. അപ്പം ഞാൻ ആ പെണ്ണുങ്ങളോട് പറഞ്ഞ് മെല്ലെ വിട്ടു, അവിടെ സാധനം വേറെ ഉണ്ട്. നീ ആളെ പേടിപ്പിക്കല്ലേ, ആളെ പേടിപ്പിക്കല്ലേ, നരിയാണ് മൊക്കറിടുന്നത്, വേഗം കയറിപ്പോയിക്കുന്നത്. സന്ധ്യയായി. ആ സന്ധ്യയായി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം ആ കാറ്റാടി ഉണങ്ങിയെന്ന് ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കി. നമ്മുടെ ഭാര്യനെ വിളിച്ച് പോയി നോക്കുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ അങ്ങനെ മാന്തി പറിച്ച് തൊലിയൊക്കെ കളഞ്ഞിരുന്നു. സ്ഥിരം കിടപ്പുണ്ടായിരുന്നു. ആ സ്ഥിരം കിടപ്പാ. പിന്നെ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഇവിടെ ഈ ആ തെരുവിൻ്റെ കുറച്ച് മേലെയായിട്ട് ഒരു 5-6 ചെടി ഇങ്ങനെ ഒന്നായിട്ട് മൂടി കിടക്കുക. തെരുവ കാണൂല. അതിൻ്റെ ചൂട്ടിൽ വരെ വന്ന് കിടന്നിട്ട് ഈ പട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഇതുപോലെ ഭയങ്കര ഒച്ച, ചട്ടപ്പടപടപടയെന്ന് പറഞ്ഞ് ഈ കമ്പും മറ്റേ കഴുങ്ങിലെ പട്ടയൊക്കെ ചവിട്ടി പിടിക്കുന്ന ഒച്ച. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അന്നാണ് ഈ സാധനം ഇവിടെ വന്നത്. അത് പെൺപുലിയാണ്. അതിൻ്റെ പിറ്റേ ദിവസം വന്നൊരു 4 എണ്ണം, 2 കുട്ടികളും, ഒരു വലുതും, ഒരു ആൺപുലിയും, ഈ പെൺപുലിയും. എന്നിട്ട് അവിടെ വന്നിട്ട് ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ പന്തം കത്തിച്ചപ്പോൾ ആ സാധനം നേരെ പുറത്തേക്ക് ചാടി ഇവരെ പട്ടീനെ വേണ്ടി പിടിച്ചു. ഒറ്റ കരച്ചിലേ കറഞ്ഞുള്ളൂ. നമ്മളവിടുന്ന് ആദ്യം ബെറ്റി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടീനെ ഞാൻ ഈ പച്ചക്കട്ടെല്ലാം ഒരു കൂട് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വാതിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറേ കട്ട കരിച്ച് അതിൻ്റെ ഉള്ളിലാക്കി. പക്ഷെ അതിനെ പിടിക്കാൻ പറ്റിയില്ല. ഇവനെ പിടിച്ചിട്ട് പോയി. അതേമാതിരി നമ്മളെ തറവാടിൻ്റെ അവിടെ തന്നെ 5 മണിക്ക് ഇതേമാതിരി വീടിന് മുറ്റത്ത് കെട്ടിയിട്ട നായനെ ചങ്ങല കൊടുക്കാൻ പറിച്ചിട്ട് പോയി. വീട്ടിൽ ആളുണ്ട്. വലിയൊരു പട്ടി പ്രസവിച്ച് കിടക്കുക. അതിനൊന്നും ചെയ്തില്ല. കെട്ടിയിട്ട് ഒരു നായി, കൈസർ എന്ന് പറയും, അതിനെ പിടിച്ചിട്ട് പോയി. ഇങ്ങനത്തെ സംഭവം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഉച്ചക്കൊക്കെ വെള്ളം കുടിക്കാൻ വരും നമ്മളെ. ആ ഇവിടുന്ന് അങ്ങ് അവിടെ ഒരു ടവറുണ്ട്. കരിമ്പുലി ആദ്യം ഇവിടെ വരുന്നു പോകുന്നുണ്ട്. ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ആടിന് ഇതേമാതിരി അതിൻ്റെ തലേ കൊല്ലം വന്നിട്ട് കെട്ടിയിട്ട് വിടുന്നത് പശുക്കളിൽ ഇല്ല വിറ്റതുകൊണ്ട് ഈ ആലയിലാണ് കെട്ടിയിട്ടുള്ള ഈ ആടിനെ. ഈ ആടിനെ രാത്രി പിടിച്ചിട്ട് നമ്മുടെ ഈ ഉള്ളിലിടുന്ന ബനിയനില്ലേ, ബനിയൻ വെള്ളത്തിലിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയി കളഞ്ഞു, കുടഞ്ഞിട്ട്. നൈലോൺ കയറുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒരു നായ ഉണ്ടായിരുന്നു, ടോമി. അതിൻ്റെ ചങ്ങല കിലുക്കുന്ന കേട്ടു, ഒരു ഒച്ചയും കേട്ടു. പിന്നെ നായനെ കാണില്ല. നായ ആ സമയം കൊണ്ട് ഇതിൻ്റെ ചൂര് കേട്ടപ്പോൾ വിട്ട് അവിടെ പാടിയിലേക്ക് പോയി. പിന്നെ വീട്ടിലേക്ക് വന്നില്ല. പിന്നെ പിടിക്കുന്നിടം വരെ കരിമ്പുലി എന്ന് പറഞ്ഞാൽ എമ്മകണ്ട കടുവൻ്റെ പവർ അതിന്. അത്ര ഇവിടുത്തെ മസിൽ പവർ കാണണം. എന്തോന്നറിയോ, ഞാനിവിടെ മീനങ്ങാടി പണിക്കുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് അതിലേ ഇറങ്ങിപ്പോവും. ആ ബൗണ്ടറിയിൽ നിന്ന് ഒരു ദിവസം ഇതേമാതിരി മഞ്ഞുള്ള നല്ല മഞ്ഞ. അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി കൂടെ പോവുക. അപ്പോൾ ഈ തേയിലക്കാടിൽ ഒരു ഇടക്കൂർക്കുണ്ട്. കുറച്ച് അപ്പുറം ഒരു തുമ്പെന്ന് ഒച്ച കേട്ട്
ഈ തുമ്പൊന്ന് ഒച്ചയിട്ടപ്പോൾ ഞാൻ വിളിച്ച് പന്നിയല്ലേ, റോഡിലേക്ക് തന്നെ കയറിയിട്ട് കുറച്ച് 2-3 ചെടിക്ക് താഴോട്ട് ഇറങ്ങിയതാണ് ഞാൻ. റോഡിലേക്ക് തന്നെ കയറിയിട്ട് പോയിക്കോട്ടോ എന്ന് വിചാരിച്ചു. ഞാൻ റോഡിൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞൊക്കെ അങ്ങ് മാറി ഒരു കറുത്തിട്ട് ഒരു സാധനം അങ്ങനെ കയറി വരുന്നു. നോക്കും ഇവിടെയൊക്കെ പുള്ളിയുണ്ട്, ഒരു കറുത്തിട്ട് വലിയ തലയിട്ട് ഒരു സാധനം എൻ്റെ കാലുമ്പോൾ കൂടെ ഭൂമിൻ്റെ അടിയിൽ നിന്നുണ്ട് ഒരു ഷോക്ക് അടിച്ച മാതിരി അങ്ങോട്ട് കയറി. ഒരൊറ്റ ഓട്ടാണ് ഞാൻ ആ കുന്നൊക്കെ കയറി നനഞ്ഞ് കുളിച്ചിട്ട് ഇവിടെ പാടിയിൽ വന്നിട്ട് കരിമ്പുലിനെ പോലത്തെ ഒരു സാധനത്തിനെ കണ്ടെന്ന് പറഞ്ഞ് ഇവർ പറയുകയാണേ, എന്നെ കളിയാക്കുക. ഇന്ത്യയിലില്ലാത്ത സാധനമാണ് അത്. പിന്നല്ലേ ഇന്ത്യയിലില്ലാത്ത സാധനത്തിന് ഇപ്പം എങ്ങനെ ആ കേരളത്തിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ സാധനം എന്ന് ചോദിച്ചു. അതിൻ്റെ പക്ഷെ നേരിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ മഞ്ഞപ്പുള്ളിയുണ്ട്. അത് പുള്ളിപ്പുലി തന്നെയാണ്. അതിൻ്റെ ബാക്കിയൊക്കെ ബ്ലാക്കാണ്. പുള്ളിപ്പുലി തന്നെയാണ്. അതിന്റെ തൊലിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് അങ്ങനെ കറുത്ത് പോകുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി. പക്ഷെ താലൊക്കെ ഭയങ്കര കായൊക്കെ ഭയങ്കര പുള്ളിയുടെ തന്നെ പുള്ളി 2 സൈസ് കളറാണല്ലോ, പുള്ളിയും പിന്നെ ഒരു വേറൊരു കളറും. ആ 2 കളറിൽ പുള്ളി ഈ കറുത്ത കളർ കൂടുതൽ വരും. പക്ഷെ കൃത്യ റൗണ്ട് മഞ്ഞ കളറ്, നല്ല സ്വർണ്ണത്തിന്റെ കളർ പോലെ അങ്ങനെ കൃത്യമായിട്ട് രാവിലെ തന്നെ കണ്ടു ഞാൻ. അടുത്ത് എന്ന് നോക്കിയാൽ അതിന് അത്ര കറുപ്പായിരിക്കും. അടുത്തുനിന്നല്ലേ കാണുന്നത്. അപ്പൊ അത്ര കറുപ്പായിരിക്കൂല, ദൂരെ നോക്കിയാൽ കറുത്തായിരിക്കും. പക്ഷെ അത് ഈ മുൻവശം മാത്രമേ ഉള്ളൂ, വേറെ ശരീരത്തെ എവിടെയില്ല. കഴുത്തിന്റെ ഇതിൽ മാത്രം ആ മഞ്ഞ പുള്ളി വട്ടത്തിൽ ശരിക്കും ഒരു പഴയ 50 പൈസന്റെ വട്ടം വരും. ഈ എസ്റ്റേറ്റ് ഇപ്പൊ എത്ര നാളെ ഇങ്ങനെ കിടക്കുന്നു? ഇത് 2-3 വർഷമായി. ഇത് പൂട്ടിയിടൊന്നുമില്ല. ഒന്നാമത് എന്താ പറയുക, ഇത് പണിക്കാരും ഇല്ലാത്തോണ്ടാ. പണിക്കാർ കുറവാ, വളരെ കുറവാ. പിന്നെ ഇത് തുറക്കുന്നിടം വരെ ഇതൊന്ന് വൃത്തിയാക്കുന്നിടം വരെ കണക്കായിരിക്കും അല്ലേ? വൃത്തിയാക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിപ്പോൾ വൃത്തിയാക്കിയല്ലേ, ഇതിപ്പോൾ ആ തല വൃത്തിയാക്കി വന്നാൽ കഴിഞ്ഞ വർഷം വൃത്തിയാക്കി. ഇപ്പോൾ വെട്ടുന്നില്ല, ചപ്പ് കുറച്ച് പോകും. തുടർച്ചയായിട്ട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. വരുമാനം അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴൊക്കെ നല്ല ചപ്പ് മൂത്ത് പോയി. അല്ല അവിടെ ആ ഭാഗത്തൊക്കെ ഭയങ്കര കാടാണ്. മലമ്പാമ്പ് കിടക്കുന്നത് അവിടെയാണ്. അവിടെ ഒരു പതിയുണ്ട്. അവിടെ നിന്നാണ് അതിൻ്റെ മേലെ നിന്നാണ് എന്നെ കപ്പിയത്. 2 മരം കണ്ട് അവിടെ ഇങ്ങനെ കുറേ അപ്പുറത്ത്. അതിൻ്റെ നേരെ താഴെ ഇവിടെ അല്ലേ? അവിടെയാണ് മലമ്പാമ്പിനെ കണ്ടല്ലേ? മലമ്പാമ്പ് ഞാൻ കണ്ടത്. അതിനെ പിടിച്ചു വിടുന്നത് ഇപ്രാവശ്യം പിടിച്ചു. ഈ വണ്ണമുണ്ട്, ഇത്ര വണ്ണമുണ്ട്. അതിൻ്റെ മണ്ട നല്ല വലിപ്പം വഹിക്കുന്നത്. ഒരു വർഷം കൊണ്ടാണിത്. ബാ ഇവിടെ കുഞ്ഞേ, ബാ 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 വരും വരും. 5, 10, 16, 24, 25. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആകുലത പ്രകടിപ്പിക്കൂലേ? ഇല്ല, സ്ഥിരം പോക്കായത് ഞാൻ തന്നെ, വേറെ ആരും സഹായിക്കുന്നില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യം കൂടുണ്ടാക്കലും എല്ലാം ഞാൻ തന്നെ. വീട്ടിലാരൊക്കെയുള്ള? വീട്ടിലിപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അല്ല, മക്കളൊക്കെ ഒരു സ്ഥലത്താണ്. അല്ല, 2 പേര് പാടിയിൽ താമസിക്കുന്നു. മൂത്തമ്മൻ്റെ ഭാര്യ മിംസിലെ നേഴ്സാണ്. അല്ല, ബാ ബാ 6 മണി 6:15 കഴിഞ്ഞു. വെളിച്ചമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിലെങ്കിലും ആ പുലിനെ പിടിക്കണം എന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരാവശ്യം. കാരണം ഇവർ പേടിച്ചാണ് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ പറയാൻ നമ്മൾ കേട്ടില്ല. ഇതേപോലെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. ഈ പ്രദേശത്ത് പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ളതാണ്. കരിമ്പുലി അടക്കം ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. കരിമ്പുലിനെയൊക്കെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേയും പുലികളെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. പുലിനെ അതുപോലെ തന്നെ കരിമ്പുലിനെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുലിശല്യം നല്ലതായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇനി ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.